ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അപ്പൊ ചെറുക്കലും കണ്ടപ്പോൾ മനസ്സിലായിട്ടാവും ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന്. ബഞ്ചാറാസിന്റെ മുൾട്ടാനി മിട്ടിയാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. ഭയങ്കര ആധികാരികമായിട്ടുള്ള ഒരു റിവ്യൂ എന്നല്ല, എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നിയ കുറച്ച് ബെനിഫിറ്റ്സ്, അതിൻ്റെ കുറച്ച് നല്ല വശങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഞാനത് കുറച്ച് മന്ത്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായത്. മുൾട്ടാനി മിട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ന്യൂ പ്രൊഡക്റ്റ് എന്നല്ല, ഇത് ഒരുപാട് മുന്നേ തന്നെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഈവൻ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മുൾട്ടാനി മിട്ടി, നോർമൽ മുൾട്ടാനി മിട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് എന്താ പറയുക വെച്ചാൽ ഒരു ബഞ്ചാറസ് അവരുടെ ഒരു ബ്രാൻഡഡ് ആയിട്ട് നല്ല വെൽ പാക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേറെ ഏതൊക്കെ തരത്തിലുള്ള മുൾട്ടാനി മിട്ടി അവൈലബിൾ ആണെന്ന്. മുൾട്ടാനി മിട്ടി ആൻഡ് ഓറഞ്ച്, മുൾട്ടാനി മിട്ടി ആൻഡ് പപ്പായ, മുൾട്ടാനി മിട്ടി ആൻഡ് സാൻഡൽ, അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇത് നോർമൽ മുൾട്ടാനി മിട്ടിയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായി ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ക്ലെൻസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ക്ലീൻ ആവും. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക, ടാൻ കുറയ്ക്കാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ എക്സസ് ഓയിലിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ ഫേസിലെ പിമ്പിൾസ് കുറയ്ക്കാം. പിന്നെ ഒരുപാട് മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് മുൾട്ടാനി മിട്ടി, ബഞ്ചാറസിന്റെ മുൾട്ടാനി മിട്ടി. ഇതിന്റെ യൂസേജ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് പറയാം. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മുൾട്ടാനി മിട്ടി. ആവശ്യത്തിന് 1-2 ടേബിൾ സ്പൂൺ പ്ലസ് ലെമൺ ജ്യൂസ് പ്ലസ് റോസ് വാട്ടർ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡ്. റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വാട്ടർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഓക്കെ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ മുൾട്ടാനി മിട്ടി പ്ലസ് യോഗട്ട് അല്ലെങ്കിൽ മിൽക്ക്. ഇതെന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. പ്ലസ് ഹണി, അതിന് കൂടിയിട്ട് ഒരു ക്രീമി ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഫേസിൽ. പിന്നെ നോർമൽ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ മുൾട്ടാനി മിട്ടി വളരെ ഈസിയാണ്. മുൾട്ടാനി മിട്ടി പ്ലസ് റോസ് വാട്ടർ അല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി പ്ലസ് വാട്ടർ. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഒരിക്കലും ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ മുൾട്ടാനി മിട്ടി പ്ലസ് വാട്ടർ അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് ഫേസിനെ ഡ്രൈ ആക്കും, കുറച്ചുകൂടി ഡ്രൈ ആക്കും. അപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള ഫേസിലെ ആൾക്കാർ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ യോഗട്ട് അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഞാനൊരു വീഡിയോ ഇടാം ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ള ആൾക്കാരോ ആ ഒരു ഇൻഗ്രീഡിയൻസിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാവും വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒന്ന് കാണിക്കാം. പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണെന്ന് ഞാൻ പറയും. കാരണം എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഉള്ളിൽ ഇങ്ങനെ പാക്കറ്റ്സിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റിൽ 20 ഗ്രാമാണ് വരുന്നത്. ഈ ഒരു പാക്കറ്റ് എടുത്താൽ നമുക്ക് 4 times അറ്റ്ലീസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമല്ല. വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്നും ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 4 times എങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം വളരെ കുറച്ച് മതി. വളരെ കുറച്ച് പോർഷൻ ഉണ്ടെങ്കിൽ തന്നെ
ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ഫേസിൽ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മളൊരു ക്രീമോ എന്തിടാണെങ്കിലും ഫേസിലും ഒപ്പം തന്നെ നമ്മളുടെ ഈ ഒരു പോർഷനും കവർ ചെയ്യുക. കാരണം ഫേസും നെക്കും നമ്മൾ എപ്പോഴും രണ്ടും ഒരുമിച്ച് വേണം ചെയ്യാൻ ഏതൊരു കാര്യത്തിൽ. ഇപ്പോൾ ഫേസ് പാക്ക് മാത്രമല്ല, ഈവൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ക്രീം ആണെങ്കിൽ പോലും. പിന്നെ എപ്പോഴും ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഫസ്റ്റ് നമ്മൾ ഒരു കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ കയ്യിലൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അലർജിയോ അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേഷനോ തോന്നുന്നില്ല എന്ന് മാത്രം ഉണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബഞ്ചാറാസിൻ്റെ മിഠാണി മിഠിയെ കുറിച്ച് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, ഒരുപാട് കോസ്റ്റ്ലി ഐറ്റം അല്ല. അത് മാത്രമല്ല എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഈ ഡ്രൈ സ്കിന്നുള്ളവരും ഓയിലി സ്കിന്നുള്ളവരൊക്കെ ഒന്ന് ആ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രം മതി. നല്ല റിസൾട്ട് ഉള്ളൊരു ഐറ്റമാണ്. ഭയങ്കര ആധികാരികമായിട്ടുള്ളൊരു റിവ്യൂ എന്നല്ല, എനിക്ക് ഒരു നോർമലായിട്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ തോന്നിയ ബെനിഫിറ്റ്സ്, അതിൻ്റെ റിസൾട്ട് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി അമർത്തുക. അത് മാത്രമല്ല, മെയിനായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഉറപ്പായിട്ട് ഞാൻ വായിക്കും. അതിനനുസരിച്ച് ഞാനത് ചെയ്യാനും ശ്രമിക്കാം. ഏതെങ്കിലും ടോപ്പിക്സ് വീഡിയോസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറയുക. എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.